നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 2 ബുധനാഴ്ചയാണ്. ഇന്ന് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടത് കൊണ്ടാണ് പോഡ്കാസ്റ്റ് രൂപത്തിൽ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇതിനോട് സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ മുതൽ നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെയുള്ള വീഡിയോസ് തന്നെ ചെയ്യാവുന്നതാണ്. ഇന്നലെ വലിയ ഇടിവാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. സെൻസെക്സ് 2% നിഫ്റ്റി, മിഡ് ക്യാപ്പ്, ബാങ്ക് നിഫ്റ്റി എന്നിവ 1.5% ഇടിയുകയുണ്ടായി. ട്രംപിന്റെ താരിഫ് ഭീഷണിയിൽ തന്നെയാണ് ഇന്നലെ ഇന്ത്യൻ വിപണി ഇടിഞ്ഞത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കിയാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.36% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.61% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,315 എന്ന നിലയിലാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം നമുക്കൊരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് വരാനിരിക്കുന്ന താരിഫ് പ്രഖ്യാപനത്തെക്കുറിച്ച് നിക്ഷേപകർ ആശങ്കാകുലരായതിനാൽ ഇന്നലെ വളരെ വലിയൊരു വൊളറ്റൈൽ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു US മാർക്കറ്റുകളിൽ ഉണ്ടായത്. ഇതിനൊക്കെ ഒടുവിൽ S&P 500ഉം നാസ്ഡാക്കും ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം നാളെ വ്യാഴാഴ്ച പുലർച്ചെ 1:30 ലോകം കാത്തിരിക്കുന്ന ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫ് അനൗൺസ്മെന്റ് നടക്കുക. ഈ പ്രഖ്യാപനത്തോടെ താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്ക് ഒരു പരിധിവരെ അയവ് വരാൻ സാധ്യതയുണ്ട്. താരിഫ് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ മാത്രമേ ഒരു ക്ലാരിറ്റി വരികയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് US മറ്റ് രാജ്യങ്ങളിലും വരുന്ന പ്രത്യാഘാതങ്ങൾ അത് വീണ്ടും ഇൻവെസ്റ്റേഴ്സിനിടയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലത്തെ US വിപണിയിലേക്ക് വന്നാൽ ടെക് ഓഹരികൾ ഇന്നലെ നേട്ടമുണ്ടാക്കി. ടെസ്ല 3.6% ഉയർന്നു. ആമസോൺ, മൈക്രോസോഫ്റ്റ്, മെറ്റ എന്നിവ 1 മുതൽ 2% വരെയുള്ള നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇനി ഇന്നലെ പോസിറ്റീവ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞത് യൂറോപ്യൻ വിപണിക്കായിരുന്നു. ഗോൾഡ് പ്രൈസുകളിലേക്ക് വന്നാൽ റെക്കോർഡ് കുതിപ്പിന് ഇന്നലെ ചെറുതായി ഒരു വേഗത കുറഞ്ഞു. സ്പോട്ട് ഗോൾഡ് 0.3% ഇടിവാണ് രേഖപ്പെടുത്തിയത്. എന്നാലും ഇന്നലെ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഈ മാസത്തെ ഏറ്റവും റെക്കോർഡ് നിലവാരത്തിലാണ് ഉണ്ടായിരുന്നത്. പവന് 68,080 രൂപയാണ്. ക്രിപ്റ്റോ സെഗ്മെന്റിൽ ഇന്നലെ ബിറ്റ്കോയിനിൽ 3% നേട്ടം കണ്ടു. ഇപ്പോൾ $84,000 ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ചൊവ്വാഴ്ചത്തെ വലിയ കുതിപ്പിന് ശേഷം ഇന്നലെ ഇടിയുകയുണ്ടായി. 0.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ട്രംപ് പ്രഖ്യാപിക്കാൻ പോകുന്ന റെസിപ്രോക്കൽ താരിഫ് ഒരു ട്രേഡ് വാറിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമോ എന്നുള്ള ആശങ്കകൾ തന്നെയാണ് ഇന്നലെ ഓയിൽ പ്രൈസ് ഇടിയാനുള്ള കാരണമായത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെയാണ് എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ ആ ഗ്രൂപ്പിൽ നൽകാറുള്ളത്. ഈ ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുമുണ്ട്. ഈ എഡ്യൂക്കേഷൻ വ്യൂസിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. ഇനി ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി FIA ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന ഗ്ലോബൽ ടെൻഷനുകൾക്കിടയിൽ FIS വീണ്ടും ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്തിരിക്കുകയാണ്. 5,902 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 4,323 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നലെ പുറത്തു വന്ന ഓട്ടോ സെയിൽസ് ഡാറ്റയിലേക്ക് ആദ്യം ടാറ്റ മോട്ടോഴ്സ് 2025 സാമ്പത്തിക വർഷത്തിലെ 4ാം പാദത്തിൽ മൊത്തം വിൽപ്പന 2.53 ലക്ഷം യൂണിറ്റിലെത്തി. അതായത് 4.5% ഒരു കുറവാണ് ഇപ്പോൾ 4ാം പാദത്തിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ വിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി PV സെഗ്മെൻറ്റിൽ 6% കുറവും വാണിജ്യ വാഹനങ്ങളിൽ 3% കുറവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ വിൽപ്പനയിൽ ഒരു കുറവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ആവാൻ സാധ്യതയുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് മറ്റൊരു കമ്പനി. മൊത്തം വിൽപ്പനയിൽ 23% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. SUVയിൽ 18% വർധനവും ട്രാക്ടർ സെഗ്മെൻറ്റിൽ 34% വർധനവും രേഖപ്പെടുത്തി. 2025 സാമ്പത്തിക വർഷത്തിലെ SUV വിൽപ്പനയിൽ റെക്കോർഡ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5.51 ലക്ഷം യൂണിറ്റാണ്. അതായത് 20% വർധനവാണ് ഈ 2025 സാമ്പത്തിക വർഷത്തിലെ SUV വിൽപ്പനയിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. അടുത്തത് മാരുതി സുസുക്കി എന്ന കമ്പനിയാണ്. മൊത്തം വിൽപ്പനയിൽ 3.09% വർധനവ് രേഖപ്പെടുത്തി. പക്ഷേ ആഭ്യന്തര പാസഞ്ചർ വെഹിക്കിളുകളുടെ വിൽപ്പനയിൽ 1.29% ഇടിവും മിനി കാർ വിൽപ്പനയിലും ഒരു ഇടിവ് തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. അടുത്തത് റോയൽ എൻഫീൽഡാണ്. മാർച്ചിലെ വിൽപ്പന 34% വർദ്ധിച്ച് ആദ്യമായി 1 ദശലക്ഷം വാർഷിക വിൽപ്പന ഇത് രേഖപ്പെടുത്തി എന്നൊരു പ്രത്യേകത കൂടി റോയൽ എൻഫീൽഡിൻ്റെ വിൽപ്പനയിൽ വന്നിരിക്കുന്നു. അടുത്തത് TVS മോട്ടോഴ്സാണ്. 2025 സാമ്പത്തിക വർഷത്തിലെ വിൽപ്പന റെക്കോർഡ് ആയിട്ടുള്ള 47.4 ലക്ഷം യൂണിറ്റിലെത്തി.
മാർച്ച് മാസം വിൽപ്പനയിൽ 17% വളർച്ചയുണ്ടായി. ഇതിൽ സ്കൂട്ടറുകളിൽ 27% വർധനവും മോട്ടോർ സൈക്കിളുകളിൽ 15% വർധനവും കൂടാതെ കയറ്റുമതിയിൽ 23% വർധനവും ഇപ്പോൾ വന്നിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് TVS മോട്ടോഴ്സിൻ്റെ സെയിൽസിൽ വന്നിരിക്കുന്നത്. ഇനി മാർച്ച് മാസത്തെ ഈ ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് ഏതൊക്കെ കമ്പനികളാണെന്ന് നോക്കിയാൽ ആദ്യം നമുക്ക് പറയാൻ കഴിയുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. വളരെ നല്ലൊരു ഗ്രോത്താണ് ഇപ്പോൾ കമ്പനി കാഴ്ചവെച്ചത്. പക്ഷേ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രംപിൻ്റെ ഓട്ടോ താരിഫൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച കമ്പനി TVS മോട്ടോഴ്സാണ്. ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ചത് റോയൽ എൻഫീൽഡുമാണ്. എൻ്റെ അഭിപ്രായങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും ഇത് ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ട്രംപിൻ്റെ ഓട്ടോ താരിഫിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ TVS മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഈ ഓട്ടോ താരിഫ് ബാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് ആദ്യം CSB ബാങ്ക്. ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 24.3% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാസയിൽ 10.31% വർധനവും ഗ്രോസ് അഡ്വാൻസിൽ 29.59% വർധനവും ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തി. അടുത്ത് ഹൈടെക്സ് പൈപ്സ് എന്ന കമ്പനിയാണ്. Q4ൽ 8% വർധനവാണ് ഇപ്പോൾ കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തത് കോൾ ഇന്ത്യ എന്ന കമ്പനിയാണ്. കോൾ ഇന്ത്യയുടെ കൽക്കരി വിലയിൽ ഏപ്രിൽ 16 മുതൽ 10 രൂപയിൽ നിന്ന് 20 രൂപ പെർ ടൺ എന്ന നിലയിലേക്ക് ഉയർത്തുകയാണ്. മറ്റൊരു കമ്പനി ബയോകോൺ ആണ്. ഫണ്ട് റൈസിംഗ് പരിഗണിക്കുന്നതിനായി ഏപ്രിൽ 4 ബോർഡ് യോഗം ചേരും. ഇന്ന് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ പേര് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അടുത്തതായി നിഫ്റ്റിയിലേക്കാണ്. 23,165-ൽ 353 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നിഫ്റ്റിയിലുണ്ടായ ലോ 23,136 ആണ്. അവിടെ നിന്നും ഒരു പുൾ ബാക്ക് വരാനുള്ള കാരണം 50-ഡേ EMAയിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റിയിൽ ആ ഒരു പുൾ ബാക്ക് വന്നത്. അപ്സൈഡിൽ ഇനി പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 23,400 മുതൽ 450 വരെയുള്ള ആ ഒരു സോൺ തന്നെയായിരിക്കും. ഡൗൺ സൈഡിൽ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 20-ഡേ EMA ഉള്ളത് 23,090 ലെവലിലാണ്. കൂടാതെ 23,000 എന്ന സൈക്കോളജിക്കൽ ലെവലും ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലെവൽ തന്നെയാണ്. ഇനി ഇന്ത്യ വിക്സിലേക്ക് വന്നാൽ ഇന്നലെ 8.37% ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 5, 10, 20 EMAകൾക്ക് മുകളിലായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് ഉള്ളത്. മാർച്ച് 11 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞ എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് എല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.